പക്ഷേ അവർക്ക് വിവരമില്ല. അപ്പോൾ മുനാഫിഖീങ്ങളായ ആളുകളെ സംബന്ധിച്ച് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പല ആയത്തുകളിലും പല സൂറത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. ആ മുനാഫിഖിൻ്റെ സീല്, മുനാഫിഖാണെന്നുള്ള സീല് വെച്ച് പോകുന്ന പറയുന്നത് 3 ജുമുഅ അകാരണമായിട്ട് ഒഴിവാക്കിയാൽ. അപ്പോൾ അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം. വേറെയും കാണാം, മൻതറക്ക സലാസ ജുമഅൻ, 3 ജുമുഅ ഒരാൾ ഒഴിവാക്കിയാൽ, മുതഅമ്മിദൻ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ, മിൻ ഗൈരി ഇല്ലത്തിൻ ഖാരണമൊന്നുമില്ലാതെ, ഖതമല്ലാഹു അലാ ഖൽബിഹി ബിഖാതമിൻ നിഫാഖ്, അവന് നിഫാഖിൻ്റെ സീല് കൊണ്ട് അല്ലാഹു തആല അവൻ്റെ ഖൽബിന് സീല് വെച്ച് കളിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇനി വേറൊരു ഹദീസിൽ ഇമാം ഇസ്ബഹാനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. അതിൽ പറയുന്നുണ്ട്, മൻതറക്കൽ ജുമഅത്ത, ജുമഅ ഒഴിവാക്കിയാൽ, മിൻ ഗൈരി ഇതിന് കാരണമില്ലാതെ ജുമഅ ഒഴിവാക്കിയാൽ, ലം യകുൻ ലഹ കഫാറത്തുൻ ദൂന യൗമിൽ ഖിയാമ, അവന് ഖിയാമത്ത് നാൾ വരെ അത് പൊറുപ്പിക്കാനുള്ളൊരു വിഷയം ഉണ്ടാവില്ല. അത്ര കടുപ്പുള്ള സംഗതിയാണ് ജുമഅ എന്ന് പറയുന്നത് എന്നും ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ മറ്റൊരു ഹദീസിൽ കാണാം, ഇഹ്ദുറുൽ ജുമഅ, നിങ്ങൾ ജുമഅക്ക് ഹാജരായിക്കൊള്ളണം, വദ്നു മിനൽ ഇമാം, നിങ്ങൾ ഇമാമായിട്ട് അടുത്ത് നിൽക്കണം പരമാവധി. ഫൈനർ റജുല യതഖല്ലഫു മിനൽ ജുമഅത്തി, ജുമഅയിൽ നിന്ന് ഒരു മനുഷ്യൻ പിന്തിക്കും, ഒരു വ്യക്തി, ഒരു പുരുഷൻ പിന്തിക്കും. സ്ത്രീകൾക്ക് അത് ഉജൂബില്ലല്ലോ, ഫൈനർ റജുല എന്നാ പറഞ്ഞത്. പുരുഷൻ പിന്തി നിൽക്കും. യതഖല്ലഫു മിനൽ ജന്നത്തി വഇന്നഹു ലമിൻ അഹ്ലിഹാ, സ്വർഗാവകാശിയായ തന്നെ സ്വർഗത്തിൽ കടക്കാൻ കഴിയാതെ പിന്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ജുമഅയുടെ ബഹുമാനത്തെ സംബന്ധിച്ചും മുഴയിൽ പങ്കെടുത്തില്ലെങ്കിൽ കുഴപ്പത്തെ സംബന്ധിച്ച് നന്നായിട്ട് ചിന്തിക്കണം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, നസായി റളിയല്ലാഹു അൻഹു, ഹാക്കിം റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ. അതിൽ പറയുന്നത്, മൻ തറക്കൽ ജുമഅത്ത മിൻ ഗൈരി ഉദ്രിൻ, കാരണം കൂടാതെ ഒരുത്തനെ ജുമഅ ഒഴിവാക്കിയാൽ, അതിന് ഫൽ യതസദ്ദഖ ബി ദീനാരിൻ, ഒരു സ്വർണ്ണ നാണയം അതിന് ധർമ്മം ചെയ്തോളണം. ഫൈലം യജിദ്, അങ്ങനെ സ്വർണ്ണ നാണയം കിട്ടിയില്ലേ, ഫബി നിസ്ഫി ദീനാരിൻ, ഒരു ദീനാർ കിട്ടിയില്ലേ പകുതിയെങ്കിലും, ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ പകുതിയെങ്കിലും സദഖ ചെയ്യണം. എന്തിന്? ഈ ജുമയിൽ പങ്കെടുക്കാത്തതിൻ്റെ പ്രായശ്ചിത്തമായിട്ട്. അങ്ങനെയും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ജുമഅ എന്ന ബോധം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം. അകാരണമായി ജുമഅ നഷ്ടപ്പെടുത്താൻ പാടില്ല. ജുമഅ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിലധികം സ്ഥലത്ത് ജുമഅകൾ സംഘടിപ്പിച്ചുകൊണ്ടെങ്കിലും ജുമഅകൾ ഉണ്ടാകണം. 40 ആൾ വേണം ജുമഅക്ക് എന്നതാണ് ഷാഫിഈ മദ്ഹബിൽ അംഗീകരിക്കപ്പെട്ട അഭിപ്രായം. അതുകൊണ്ട് 40 ആൾ അത് ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് കൊള്ളുന്നില്ല, എന്നാൽ വേറൊരു 40 വേറൊരു സ്ഥലത്ത്, അങ്ങനെ. അത് പള്ളിയിൽ തന്നെ ആകണം എന്ന നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് പള്ളിയിൽ 40 ആൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അത്രേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അപ്പുറത്തൊരു മദ്രസയിൽ ജുമഅ സ്ഥാപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെ വേറൊരു പള്ളി അപ്പുറത്തുണ്ടെങ്കിൽ അവിടെ ജുമഅ സ്ഥാപിക്കുന്നതിന് കുഴപ്പമില്ല. ഏതോ നിലക്ക് ജുമഅ നിസ്കാരം കിട്ടണം, ഉണ്ടാകണം. അതിന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന കമ്മിറ്റിയുടെ ആളുകളും അതുപോലെ പണ്ഡിതന്മാരും ഒക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ആളുകൾ ജുമഅക്ക് നിർബന്ധമായും പങ്കെടുക്കുകയും വേണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. ജുമഅയുടെ മഹത്വത്തെ സംബന്ധിച്ച് ഉള്ള ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോവുകയോ, അതേപോലെ തന്നെ ജുമഅൻ്റെ സമയത്ത് പീടിക തുറന്ന് വെച്ചിട്ട് കച്ചവടം ചെയ്യുക, ജുമഅൻ്റെ സമയത്ത് പണിയെടുക്കുക, അതൊന്നും ഒരു മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅ്ഖൂബിൽ ബുവൈത്ത് റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. മഹാനവറുകളെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം പറഞ്ഞ വകയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് കളഞ്ഞു. അങ്ങനെ മഹാനവറുകൾ സുന്നത്ത് ജമാഅത്ത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ വകയിൽ അത് അന്നത്തെ ഒരു ടീമുണ്ടായിരുന്നു, മുഅ്തസിലത്ത് എന്ന് പറഞ്ഞിട്ട്. ഈ മുഅ്തസിലത്ത് തന്നെ അവരാണ് തൗഹീദിൻ്റെ ആളുകൾ എന്ന് വാദിച്ചുകൊണ്ട് സുന്നി മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളായി ചിത്രീകരിച്ച ഒരു കൂട്ടരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ബിദ്അത്തുകാരുടെ സ്വഭാവം അതാണ്. സുന്നത്ത് ജമാഅത്തിനെ ഈ മുസ്ലിമീങ്ങളെ, യഥാർത്ഥ മുസ്ലിമീങ്ങളെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കാന്ന് പ്രഖ്യാപിക്കലാണ്. അപ്പോൾ അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട അബൂ യഅ്ഖൂബ് ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചപ്പോൾ വെള്ളിയാഴ്ച ആയാൽ മഹാനവറുകൾ എന്താ ചെയ്യുക? കൈക്കും കാലിനൊക്കെ ചങ്ങലിട്ടിരിക്കുന്നു. എന്നാലും എങ്ങനെങ്കിലും ഒന്ന് കുളിച്ച് എന്നിട്ട് ഒതുവെടുത്ത് എന്നിട്ട് മഹാനവറുകൾ ചങ്ങലയും വലിച്ചിട്ട് ജയിലിൻ്റെ ഗേറ്റ് വരെ വരും. ചങ്ങല വലിച്ചോണ്ട് വരും. എന്നിട്ട് അവിടെ എത്തിയിട്ട് അവർ സമ്മതിക്കൂല അങ്ങോട്ട് പോകാൻ. അപ്പോൾ പറയും, അള്ളാഹുവേ, ഞാൻ നിൻ്റെ വിളിക്കുത്തരം ചെയ്ത് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ ഇവർ അനുവദിക്കുന്നില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിക്കും. അതാണ്. അപ്പോൾ അത്ര ഗൗരവത്തോടു കൂടിയാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളത്, ജുമഅ നിസ്കാരത്തിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഗൗരവത്തെ സംബന്ധിച്ച് നമ്മൾ നല്ല ബോധമുള്ളവരാണ്. ഇനി അഥവാ വല്ല കാരണത്താലും ജുമയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ ആ ജുമയുടെ സമയത്തെയും ജുമയുടെ ദിവസത്തെയും ഒക്കെ ബഹുമാനിക്കുകയും അതിനുവേണ്ടി സാധാരണ ജുമയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പടച്ചവനെ ഒരു നിലക്കും പോകാൻ കഴിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. എല്ലാ സംഗതിൻ്റെയും അടിസ്ഥാനം എന്താ? അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കുക എന്നാണല്ലോ. അതുകൊണ്ട് ജുമഅ വേണ്ടാന്ന് വെച്ച് ഈ പീടിയെ പോയി കുത്തിനി കച്ചവടം ചെയ്യുക, അതുപോലെ തന്നെ വേറെ ജോലിക്ക് പോവുക, ആ സമയത്ത് ഇങ്ങനെ യാതൊരു ലെവലും ഇല്ലാതെ നടക്കുക, ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ജുമഅ ദിവസം വലിയ ബഹുമാനമുള്ളതാണ്. രാത്രിക്കും ബഹുമാനമാണ്. ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത് ഏതാണെന്ന് അറിയുങ്ങൾ? വെള്ളിയാഴ്ച രാവിലത്തെ സുബഹിക്കാരത്തിൻ്റെ ജമാഅത്താണെന്ന് ഹദീസിലുണ്ട്.
ഏറ്റവും ബഹുമാനമുള്ള എന്താ ആ രാത്രിക്ക് വലിയ ബഹുമാനമാണ്, പകലിന് ബഹുമാനമാണ്, ആ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന നിസ്കാരമാണ് ഇത് സുബഹി നിസ്കാരം. ആ സുബഹിൻ്റെ ജമാഅത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത് ഏത് സുബഹിൻ്റെ ജമാഅത്ത്. അപ്പോൾ അതൊക്കെ വലിയ സംഗതികളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല തന്നൊരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ അതിൻ്റെ പഴയ കാലത്തെ ഉൾക്കൊള്ളുന്ന ഗൗരവം അതിനേക്കാൾ കൂടുതലല്ല കുറയാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയുടെ മഹത്വം അംഗീകരിച്ച് അള്ളാഹും റസൂലും പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.